ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം. ദശകം 83. പൗണ്ഡ്രകവധവും വിവിധവധവും. രാമേധ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഹൂതാനുപേതയമുനാദമനേ മദാന്ധേ സ്വൈരം സമാരമതിസേവകവാദമൂഢോ ദൂതം നിയുങ്ക്ത തവ പൗണ്ഡ്രക വാസുദേവ. നാരായണോഹമവതീർണ ഇഹാസ്മി ഭൂമൗ ഫൽസേ കില ത്വമപി മാമകലക്ഷണാനി ഉത്സൃജ്യതാനി ശരണം വ്രജമാമിതി ത്വാം ദൂതോ ജഗാദ സകലേർഹസിതഃ സഭായാം. ദൂതേധ യാദവതി യാദവ സൈനികസ്ത്വം യാദോ ദദർശിതവ കില പൗണ്ഡ്രകീയം താപേന വക്ഷസി കൃതാംഗ അനൽപമൂല്യ സ്ത്രീകൗസ്തുഭം മകരകുണ്ഡലപീതചേലം. കാളായസം നിജസുദർശനമസ്യതോസ്യ കാലാനലോൽക്കരകിരേണ സുദർശനേന ശീർഷം ജഗർദ്ധിതമമർദ്ദിത ചാസ്യസേനാം തന്മിത്രകാശിപശിരോപി ചകർദ്ധകാശ്യാം. ജാള്യേന ബാലകഗിരാപി കിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിച്ഛിരം സായുജ്യമേവ ഭവദൈക്യധിയാ ഗതോ ഭൂൽ കോ നാമ കസ്യ സുഹൃതം കഥമിത്യവേയാൽ. കാശീശ്വരസ്യ തനയോധ സുദക്ഷിണേഖ്യം സർവം പ്രഭുജ്യ ഭവതേ വിഹിതാഭിചാര കൃത്യാനലങ്കമപി ബാണരണാഭിഭീതൈർ ഭൂത്തേ കഥഞ്ജന വൃതൈ സമമഭ്യമുഞ്ചൽ. കാലപ്രമാണചരണാമഖിലം ദധന്തീം കൃത്യാം വിലോക്യ ചകിതൈകഥിതോപി പൗരൈ ദ്യൂതോത്സവേ കിമപി നോ ചലിതോ വിഭൂത്വം പാർശ്വസ്തമാശ വിസസർജിതകാലചക്രം. ആഭ്യാപതത്യമിതധാംനി ഭവന്മഹാസ്ത്രേ ഹാഹേതി വിദ്രുതവതീ ഖലു ഘോരകൃത്യാ രോഷാസു ദക്ഷിണമദക്ഷിണചേഷ്ടിതം തം പുപ്ലോഷചക്രമപി കാശിപുരീമദാക്ഷിയിൽ. സ ഖലു വിവിധോ രക്ഷോ ഘാതേ കൃതോപകൃതി പുരാ തവ ദുഃഖലയാ മൃത്യും പ്രാപ്തും തദാ ഖലതാം ഗതാ നരകസ്സ ജീവോ ദേശക്ലേശം സൃജന്നഗരാന്തികേ ഝടിതി ഹലിനായുധ്യന്നദ്ധാ പപാദതലാഹതാ. സാംബം ഗൗരവ്യപുത്രീ ഹരണനിയമിതം സാന്ത്വനാർത്ഥീ കുരൂണാം യാതസ്ത്വദാഖ്യ രോഷോ ധൃതകരിനഗരോ മോചയാമാസ രാമ. തേ ഹാത്യാ പാണ്ഡവേയൈരിതി യദുപുതॄണാം നാമുജസ്ത്വം തദാനീം തം ത്വാം ദുർബോധലീലം പവനപുരപതേ താപശാന്തേ നിഷേവേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ വാസതാം പുരതോ മമ. ശ്രീഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 83. രാമേധ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഹൂതാനുപേദയമുനാം ദമനേ മദാന്തേ സ്വൈരം സമാരമതിസേവകവാദമൂഢോ ദൂതം ന്യയുങ്ക്ത തവ പൗണ്ഡ്രക വാസുദേവ. അനന്തരം ബലഭദ്രരാമൻ ദ്വാരകയിലേക്ക് പോവുകയും ഗോപികകളിൽ ആസക്തനായി മദ്യമത്തനായി ജലക്രീഡയ്ക്ക് വേണ്ടി യമുനയെ അരികിലേക്ക് വിളിച്ചിട്ടു വരാഞ്ഞതിൽ കോപിച്ച് തൻ്റെ കയ്യിലുള്ള കലപ്പയാൽ ഒരു തോടു കീറി നദിയെ വരുത്തി ജലക്രീഡാദികളാൽ യഥേഷ്ടം അവരോടൊത്തു രമിക്കുകയും ചെയ്ത കാലത്ത് പൗണ്ഡ്രക വാസുദേവൻ തൻ്റെ സേവകന്മാരുടെ സ്തുതിവചനങ്ങൾ കേട്ട് മൂഢനായി അങ്ങയുടെ അടുക്കലേക്ക് ഒരു ദൂതനെ അയച്ചു. ആ ദൂതൻ അങ്ങയുടെ അടുക്കൽ വന്ന് സാക്ഷാൽ നാരായണമൂർത്തിയായ ഞാൻ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. കേവലം ഒരു യാദവനായ നീയും എൻ്റെ ചിഹ്നങ്ങളെ ധരിക്കുന്നുവല്ലേ. ആ വൈഷ്ണവ ചിഹ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിച്ചാലും എന്നിങ്ങനെ അങ്ങയോട് സഭയിൽ വെച്ചു പറഞ്ഞു. ഇതു കേട്ടു സകല സഭാവാസി ജനങ്ങളും അവനെ കളിയാക്കി ചിരിച്ചു.
അനന്തരം ദൂതൻ പോയതിനു ശേഷം അങ്ങ് യാദവ സൈന്യങ്ങളോട് കൂടി പൗണ്ഡ്രകന്റെ രാജധാനിയിൽ ചെന്നു. ശ്രീവത്സത്തിനു പകരം ഒരു പൊള്ളലേൽപ്പിച്ച അടയാളം നെഞ്ചത്തും കൗസ്തുഭരത്നത്തിന്റെ സ്ഥാനത്ത് വില പിടിച്ച ഒരു രത്നം കഴുത്തിലും മത്സ്യാകാരത്തിലുള്ള കുണ്ടലങ്ങൾ കാതിലും ധരിച്ച് മഞ്ഞപ്പട്ടുടുത്ത് അങ്ങയെ അനുകരിക്കുന്ന പൗണ്ഡ്രകനെ നിന്തിരുവടി അവിടെ കണ്ടു. പൗണ്ഡ്രക വാസുദേവൻ അങ്ങയെയും അങ്ങ് അവനെയും കണ്ടപ്പോൾ കാരിരുമ്പ് കൊണ്ടുള്ള സുദർശനം അവൻ അങ്ങയുടെ നേരെ പ്രയോഗിച്ചു. അപ്പോൾ നിന്തിരുവടി അവന്റെ ശിരസിനെ കൽപ്പാന്തകാലത്തെ വന്യയ്ക്കു തുല്യം അഗ്നി ജ്വലിപ്പിക്കുന്ന അങ്ങയുടെ സുദർശനം കൊണ്ട് ഛേദിച്ചു. അതിനുശേഷം അവന്റെ സൈന്യത്തെയും നശിപ്പിച്ചു. പൗണ്ഡ്രക വാസുദേവന്റെ ബന്ധുവായ കാശി രാജാവിന്റെ തലയെ അറുത്ത് കാശിയിൽ തന്നെ കൊണ്ടുപോയി നിന്തിരുവടി വീഴ്ത്തി. മന്ദബുദ്ധികളായ അനുയായികളുടെ വാക്കുകൾ കൊണ്ടും സ്വന്തം മൂഢത്വം കൊണ്ടും ഞാൻ തന്നെയാണ് വിഷ്ണുവിൻ്റെ അവതാരമായ വാസുദേവൻ എന്ന് ഉറപ്പായി വിശ്വസിച്ച അവൻ അങ്ങയോടുള്ള ഐക്യബുദ്ധി നിമിത്തം സായുജ്യ രൂപമായ അങ്ങയിൽ വിലയം പ്രാപിക്കുന്ന മോക്ഷത്തിന് അർഹനായി ഭവിച്ചു. അങ്ങയിൽ വിദ്വേഷത്തോടുകൂടി വർത്തിച്ചിട്ടും അവന് മോക്ഷം കിട്ടിയതു കാണുകയാൽ ആരുടെയും സുഹൃതം ആർക്കും മുൻകൂട്ടി അറിയുവാൻ സാധിക്കുകയില്ലെന്നു മനസ്സിലാക്കാം. കാശിരാജാവിന്റെ ശിരസ്സറുത്ത് കാശിയിൽ വീഴ്ത്തിയതിൽ ക്ഷുഭിതനായി തീർന്ന കാശിരാജപുത്രൻ സുദക്ഷിണൻ ശിവനെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തി പിതൃഹന്താവിനെ കൊല്ലാൻ ഒരു ആഭിചാരമന്ത്രം വരമായി വാങ്ങി. അബ്രഹ്മണ്യനായ പുരുഷനിൽ പ്രയോഗിച്ചാൽ ഫലിക്കും എന്നനുഗ്രഹിച്ച് ശിവൻ നൽകിയ ആ മന്ത്രത്തെ അവൻ ബ്രഹ്മണ്യനായ അങ്ങയിൽ പ്രയോഗിച്ചു. ഹോമകുണ്ഡത്തിൽ നിന്നും കൃത്യരൂപത്തിലുള്ള ഒരു അഗ്നി ഉത്ഭവിച്ചു. ആ അഗ്നിസ്വരൂപത്തെ ബാണയുദ്ധത്തിൽ ഭയപ്പെട്ട് ഓടിയതിനാൽ ഒരിക്കൽ കൂടി അങ്ങയെ എതിരിടാൻ മടിക്കുന്ന ഭൂതഗണങ്ങളോടൊപ്പം സുദക്ഷിണൻ അങ്ങയുടെ സമീപത്തേക്ക് വിട്ടു. കരിമ്പന പോലെ അത്യുന്നതങ്ങളായിരിക്കുന്ന ചരണങ്ങളോട് കൂടിയവളും സർവപദാർത്ഥങ്ങളെയും ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവളുമായ കൃത്യയുടെ ഉപദ്രവങ്ങളെക്കുറിച്ച് ദ്വാരകാപുരവാസികൾ ഭയവിഹ്വലരായി സങ്കടം പറഞ്ഞിട്ടും ചൂതുകളിയിൽ ഏർപ്പെട്ടിരുന്ന ഭവാൻ അതിൽ നിന്ന് അല്പവും പിന്തിരിഞ്ഞില്ല. പാർശ്വസ്ഥിതനായ സുദർശനത്തെ നിയോഗിക്കുക മാത്രം ചെയ്തു. സകല തേജസ്സുകളുടെയും ഇരിപ്പിടമായ സീമാതീതമായ ഉജ്ജ്വല പ്രഭ വിതറുന്ന ഭവാന്റെ സുദർശന ചക്രം കൃത്യയുടെ നേരെ അതിശീഘ്രം പാഞ്ഞു ചെന്നു. അപ്പോൾ ഹാ ഹാ എന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് സുദക്ഷിണന്റെ നേരെ ഓടിയെത്തിയ ഭയങ്കര രൂപിണിയായ കൃത്യ ബ്രാഹ്മണനായ ഭവാനിൽ അവളെ പ്രയോഗിച്ചതിനാൽ അസമർത്ഥമായ വ്യാപാരത്തോടു കൂടിയവനായ സുദക്ഷിണനെ കോപിഷ്ഠയായി ദഹിപ്പിച്ചു കളഞ്ഞു. സുദർശന ചക്രമാകട്ടെ കാശി രാജധാനിയെയും ദഹിപ്പിച്ചു. പണ്ട് ത്രേതായുഗത്തിൽ അങ്ങ് രാമനായി അവതരിച്ചപ്പോൾ രാക്ഷസ നിഗ്രഹത്തിന് അങ്ങയെ സഹായിച്ച വിവിധൻ എന്ന വാനരൻ അങ്ങയുടെ അംശാവതാരമായിരിക്കുന്ന ആരുടെയെങ്കിലും കൈകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനായി നരകാസുരന്റെ മന്ത്രിയായിരുന്നുകൊണ്ട് ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുകയും ജനങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ദ്വാരകയുടെ സമീപം വെച്ച് ബലരാമനെ കണ്ടുമുട്ടുകയും അദ്ദേഹവുമായി യുദ്ധം ചെയ്ത് അദ്ദേഹത്തിന്റെ കൈത്തലം കൊണ്ടുള്ള അടിയേറ്റ് മരിക്കുകയും ചെയ്തു. ദുര്യോധനന്റെ പുത്രിയായ ലക്ഷണയുടെ സ്വയംവര പന്തലിൽ നിന്നും ഭവാനു ജാമ്പവതിയിലുണ്ടായ പുത്രൻ സാമ്പൻ വധുവിനെ അപഹരിച്ചു. ഏകനായ സാമ്പനെ കൗരവർ ബന്ധനസ്ഥനാക്കി. അതറിഞ്ഞ് ഭവാൻ ക്ഷുഭിതനായപ്പോൾ കുരുക്കളെ സ്വാന്തനിപ്പിച്ചു ഞാൻ വധൂവരന്മാരെയും കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ബലഭദ്രരാമൻ പുറപ്പെട്ടു. എന്നാൽ ഹസ്തിനപുരത്തിൽ ചെന്നപ്പോൾ ഉഗ്രസേന മഹാരാജാവിൻ്റെ നിയോഗപ്രകാരം സാമ്പനെ മോചിപ്പിക്കണം എന്നുള്ള ബലരാമന്റെ വാക്കുകളെ ദുര്യോധനാദികൾ പരിഹസിച്ചു. ദുര്യോധനന്റെ അധിക്ഷേപ വാക്കുകൾ കേട്ട് കോപിച്ച ബലഭദ്രൻ തൻ്റെ കൈവശമുള്ള കലപ്പ കൊണ്ട് ഹസ്തിനപുരത്തെ പിടിച്ചു വലിച്ച് ഗംഗയിൽ മുക്കുവാൻ തുടങ്ങി. അപ്പോൾ ഭയചകിതനായ കൗരവർ
ബലഭദ്രനോട് ക്ഷമായാചനം ചെയ്ത് ബഹുമാന പുരസ്സരം ലക്ഷണയെയും സാമ്പനെയും അദ്ദേഹത്തോടൊന്നിച്ചയച്ചു. നിന്തിരുവടി സാമ്പനെ മോചിപ്പിക്കാനായി യാദവ സൈന്യത്തെ ഹസ്തിനപുരത്തേക്ക് അയക്കാഞ്ഞത് പാണ്ഡവയുദ്ധത്തിൽ പാണ്ഡവന്മാരാർ കൊല്ലപ്പെടേണ്ടവരാണ് കൗരവർ എന്നുള്ളതു കൊണ്ടാണ്. അപ്രകാരം മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ലീലയോടുകൂടിയ നിന്തിരുവടിയെ സന്താപശാന്തിക്കായി ഞാൻ സർവദാ സേവിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.